വേറെ ചിലർ ചിന്തിക്കുന്നത് ഞാൻ കുറേ തെറ്റ് ചെയ്യുന്നവനാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നാണ് അറിയാനിട്ടാണ്. ചിലപ്പോൾ വല്ല ലഹരി ഉപയോഗിക്കുന്നവനാകും, ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവനാകും, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മാസിയത്തുകൾ തിന്മകൾ ചെയ്യുന്നവനാകും. നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഉദറല്ല, ഒഴികഴിവല്ല അത്. നീ നിഷിദ്ധങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ പലിശ കൊടുക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ ഹറാമുകൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ വിഭജിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കണം, നീ ലഹരി ഉപയോഗിക്കുന്നവനാണെങ്കിൽ നീ നിസ്കരിക്കണം. ആ നിസ്കാരം നിന്നെ ശരിയാക്കുന്നതാണ്. സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യത്തിൽ നിന്നെ രക്ഷപ്പെടുത്തും. പിശാചാണ് നിന്നെ വഞ്ചിക്കുന്നത്. നീ ലഹരി ഉപയോഗിക്കുന്നവനല്ല, എന്തിനാണ് നിസ്കരിക്കുന്നത്? നീ വ്യഭിചരിക്കുന്നവനല്ലേ, പെണ്ണിന്റെ കൂടെ ഒക്കെ നടക്കുന്നവല്ല, എന്തിനാണ് നിസ്കരിക്കുന്നത്? പിശാചിന്റെ വഞ്ചനയാണത്. നീ അതിൽ പെട്ടുപോകാൻ പാടില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കരിച്ചാൽ ഇത്തരം മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നിസ്കാരം നിന്നെ തടയും. നിസ്കാരത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ ഹറാമുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത്. ഹറാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു വന്നേക്കാം, പക്ഷെ നീ നിസ്കാരം ഉപേക്ഷിച്ച് കാഫിറായി തീർന്നാൽ, നിസ്കാരമില്ലാത്ത കാഫിറായി മരിച്ചുപോയാൽ ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കോ അതിന് സമാനമായതോ ആയ കുഫറുകളോ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല. അതിന് താഴെയുള്ള മഅസിയത്തുകൾ അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തരും. അതുകൊണ്ട് മഅസിയത്തുകളുണ്ട് എന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാൻ പാടില്ല? മാസിയത്തുകളുണ്ടെന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കരുത്. ഈ ഒന്നാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകാനേ പാടില്ല. ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ നിസ്കാരത്തിന്റെ ഈ ഒന്നാമത്തെ വിഭാഗം. എല്ലാ ആളുകൾക്കും തെറ്റുണ്ട്. കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യന്മാർക്ക് എല്ലാം തെറ്റുണ്ട്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, നീ തൗബ ചെയ്യുകയാണെങ്കിൽ അവരാണ് ഏറ്റവും ഖൈറുള്ളവർ. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കരുത്. അത് പിശാചിന്റെ തന്ത്രമാണ്. നിന്നെ തെറ്റിൽ തന്നെ അടിയുറച്ച് നിർത്താൻ, നിന്നെ ഇങ്ങനെ തന്നെ മരിപ്പിക്കാൻ പിശാചിന്റെ തന്ത്രമാണ്. ആ കെണിയിൽപ്പെട്ടു പോകാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കരുത്. നിനക്ക് സിനിമ ഒഴിവാക്കാൻ പറ്റുന്നില്ല, നീ നിസ്കാരം ഉപേക്ഷിക്കരുത്. സംഗീതം ഉപേക്ഷിക്കാൻ പറ്റുന്ന നിസ്കാരം ഉപേക്ഷിക്കരുത്. ഈ ഹറാമുകൾ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നീ നിസ്കരിക്കേണ്ടതുണ്ട്. തിരിച്ച് നീ മനസ്സിലാക്കരുത്. നീ തിരിച്ചു മനസ്സിലാക്കരുത്. ചില ആളുകളെങ്കിലും ചിലപ്പോൾ വിവരമില്ലാത്തത് കൊണ്ട് അത്തരക്കാരോട് പറയും, നീയൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഒരിക്കലും അങ്ങനെ പറയരുത്. എത്ര വലിയ ഹറാമുകൾ ചെയ്തവനാണെങ്കിലും നിസ്കരിച്ചിട്ട് എന്ത് കാര്യമെന്ന് പറയരുത്. കാരണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറായി തീരുന്നതാണ്. ഈ ഹറാമുകൾ ചെയ്താൽ കാഫിറാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കപ്പെടാവുന്ന ഹറാമുകളാണിത്. ഹറാമുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല സഹോദരങ്ങളെ, മറിച്ച് നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഹറാമുകളെക്കാളും ഗൗരവമുള്ള തിന്മയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്.